മഞ്ജുമൽ ബോയ്സ് തന്നെയായിരുന്നു. അപ്പോൾ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദ റിയൽ മഞ്ജുമൽ ബോയ്സ്. And I invite all of them to stage. Indira, Sebastian, Tanvi, all of you, please all of you come. റിയൽ മഞ്ഞൾ വോയിസ് ഇതാണ് ശരിക്കുള്ള മഞ്ഞൾ വോയിസ്. Please put your hands together for ഹലോ, ഞാൻ സിക്സൻ. ബാലുവാണ് ക്യാരക്ടർ ചെയ്യണം. പിന്നെ ഫിലിമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, സൂപ്പർ. അതായത് അജിതിൻ്റെ ഇടേണ്ട ഒരു ഒന്നും പറയാനില്ല, പുള്ളി ചെയ്ത വർക്ക് ഞങ്ങളെ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഗുണം എടുത്തേക്കണേ പുള്ളി, ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ നമ്മളെ ഡയറക്ടർ ചിതു സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞല്ലേ, അടിപൊളി ഡയറക്ടർ. ഭാഗ്യം നമ്പർ പിന്നെ നമ്മളെ അടിപൊളി സൂപ്പർ ആക്ടേഴ്സ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്ന, ഇവരൊപ്പം ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന നമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. ആഗ്രഹങ്ങൾ വലുതാണ്. സൂപ്പറായിട്ട് ഇവരൊപ്പം സംസാരിക്കാനും ഇവരൊപ്പം കൂടാനും എല്ലാ കാര്യങ്ങളിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഇത്, അടിപൊളി സൂപ്പർ. പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഞാൻ ഫസ്റ്റ് ദിവസം ഞങ്ങൾ കണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എന്റെ ഒരു സുഭാഷ് എന്ന് വിളിക്കുന്ന സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാ. അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചങ്കോട്ട് വിളിച്ചാണ് എന്ന് വെച്ചാല് ഞങ്ങൾ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു കിട്ടണില്ല, ഓരോ റെസ്പോണ്ടും ഇല്ല, ഒന്നുമില്ല. അവ അതിനിടയിൽ മഴയും പെയ്ത് എല്ലാം ചെയ്തതാ. അവ ഒരു എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ തട്ടിപ്പോയി. അടിപൊളി, ഒരുപാട് സൂപ്പർ. പിന്നെ എന്റെ ബാലു സൂപ്പർ. അടിപൊളിയാ. ഫുൾ എനിക്ക് ഭയങ്കര പറയാൻ പറ്റുള്ള. ഓക്കെ, എൻ്റെ പേര് സുജിത്ത്, അരുൺ കുര്യൻ്റെ ക്യാരക്ടറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വെരി കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക്സ് ടു ദ ടീം, സൗബിക, സിന്ധു, ഗണപതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൗബിക ഈ ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പടം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല. കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിലായാലും ഇതിലേക്കുള്ള എഫേർട്ട് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ടീമിന് വെരി കൺഗ്രാജുലേഷൻസ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഗണപതിയുടെ കാര്യം എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഈ പടം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സിനിമയായിട്ടല്ല തോന്നിയത്, റിയൽ ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഈ തമിഴിൽ നിന്നുള്ള ആക്ടിങ് സ്റ്റൈലും അവരെല്ലാവരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാരെ തന്നെയാണോ വെരി കൺഗ്രാജുലേഷൻസ്. ബാക്കി അജയൻ ചേട്ടന്റെ സെറ്റ് വർക്ക് അത് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടായി, അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി. സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ഈ അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു ഇമോഷനാണ് ഞങ്ങൾക്ക് സെറ്റിലേക്ക് ചെന്നപ്പോൾ ആദ്യം തന്നെ കിട്ടിയത്. അപ്പോൾ അത് അജയൻ ചേട്ടൻ. പിന്നെ സുശീൽ സാറിന്റെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, സൗണ്ട് മ്യൂസിക് എൻ്റെ ടീം. താങ്ക് യു. അതെ, നമ്മൾ ഈ സിനിമയിലോട്ട് നമ്മുടെ ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ. ഷോൺ ഇല്ലെന്ന് പറഞ്ഞു അത് പറയണം എന്ന് വെച്ചാൽ ഈ സിനിമയിലോട്ട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ്. ഷോൺ ബേബിയുടെ നമ്മുടെ സുഹൃത്തുണ്ട് റോമിഷ്, ഞാനത് പറയണം. അവൻ കാരണമാണ് കേട്ടോ ഈ എല്ലാവരും ആ
അഫ്സാമിന്റെ സംഗീതം സൂപ്പർ. ഞങ്ങ ആദ്യം മുതലേ ഞാൻ കൊടൈക്കനാല് കൊടുക്കാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാ. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. സുശീലി സൂപ്പർ. ഹലോ, ഇതാണ് റിയൽ ഹീറോ കുട്ടൻ. കുട്ടെന്നാണ്. അപ്പൊ വീണ്ടും എല്ലാവരും കൂട്ടുകാരെ മാത്രമല്ല പൊതുവെ എല്ലാവരും കുട്ടെന്നാണ് കളിയത്. എന്റെ സിറ്റുകൂടെ തരുന്നത് പേടിപ്പ് എല്ലാവരും മറന്നു പോയിരിക്കുകയാണ്. പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ്. അതുകൊണ്ട് ഇത് പടം ഞങ്ങൾ പടമായിട്ടല്ല ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ ജീവിതമായിട്ട് തന്നെ കണ്ടത്. ജീവിതം ഡയറക്ടർ ചിതുവിന് ഒരുപാട് അഭ്യർത്ഥനകൾ പറയാണ്ട് അത് പറഞ്ഞാൽ തീരില്ല. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ആർട്ട് ഡയറക്ടർ അജയറിന്. കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോൾ ശരിക്കും ആ സെറ്റ് കണ്ട് കുറച്ച് അവിടെ ചെന്ന് നിന്നില്ല, ശരിക്കും മരവിച്ച് നിന്നുപോലെ ആയിപ്പോയി ഞങ്ങൾ അവിടെ. കാരണം ശരിക്കും ആ കൊടക്കൽ അനുകൂലമാക്കിയവർ എത്തിപ്പെട്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഈ പടം കണ്ടപ്പോൾ കരഞ്ഞു പോയാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ച കഥകൾ ഓർത്തപ്പോൾ. ഒരുപാട് ട്രാജഡിയിലാണ് അതിനകത്ത് കരയേറി വന്നത്. അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക്സ്. സുഭാഷ് ചെറിയ സമയം. ആദ്യമായിട്ട് നന്ദി പറയുന്നു ചിതു, ഗണപതി, ഷോബേബി, റോണിഷ്. എല്ലാവരും പറയണ്ട, എല്ലാവരും പേര് കുറച്ച് ബന്ധമുണ്ട്, കാരണം പറയില്ല. ഈ സിനിമ എടുക്കാവുന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നുമല്ല, ഇവർ 4ാമത് വരുന്ന ആൾക്കാരാണ്. ഈ സിനിമ ഇതിനു മുമ്പ് ആൾക്കാരെ എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഗുണാക്കേവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതിന് വന്ന ആൾക്കാരാണ് സിനിമയ്ക്ക് അത് വരുന്നത്. അപ്പോൾ ഇവർ സൗരിക, ഷോബേബി ഇവരൊക്കെ കുറച്ച് കാശൊക്കെ ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെ സുഹൃത്തുക്കളെ എന്താണെന്ന് മനസ്സിലാവും. ഒരാളെ കളഞ്ഞിട്ട് വരാതെ അവർ ജീവനോട് എന്നെ ഇവിടെ കൊണ്ടുവന്നു. കൂടുതൽ ഞാൻ പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം ക്യാമറ കഴിയുമ്പോൾ ഞാൻ ഹലോ, എൻ്റെ പേര് ജിൻസൺ. വിഷ്ണുരമായി ഫിലിമിൽ എല്ലാവരെയും ഫോൺ ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ മനസ്സിൽ നടന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ ജീവിതത്തിൽ അറിയാത്തോടെ തുടങ്ങിയ നമ്മളെ എന്താണ് പറയുന്നതെന്ന് അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ പോയ ഫിലിം കണ്ടപ്പോൾ തോന്നിയത് ഒരു ഏകദേശം ഒരു 18 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം അങ്ങനെ അന്തിച്ചു പോയ സമയമുണ്ട്. അതിന് കുഴിയിൽ പോയപ്പോൾ വീട്ടിലാണ് വീട്ടിൽ പോകാൻ പറ്റുള്ളതൊന്നുമില്ല. അതെ, എന്റെ ബാസിക്കനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ബാസിക്ക ഞാനായിട്ട് ജീവിച്ചെങ്ങനെ അഭിനയിച്ചെങ്ങനെയല്ല. താങ്ക്സ് ടു ബാസിക്ക. അത് കഴിഞ്ഞ് അവിടെ രക്ഷപ്പെട്ടു വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് സന്തോഷം. സെൽഫി എടുക്കാൻ സിനിമ ഇറങ്ങിയപ്പോൾ എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു കഥാപാത്രമല്ല, കാര്യം ചെയ്തിരുന്നത്. അത് ഞാൻ ചെയ്തത് എന്താണെന്നുള്ളത് ഈ നമ്മുടെ കളവിനൊക്കെ ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചെന്നാണ് നിങ്ങൾക്ക് കാണാൻ രാഘവന്മാരുടെ കഷന്റേക്കാം കറക്റ്റായിട്ട് ഒപ്പിച്ചെന്നുള്ളതാണ് സമ്മതിക്കുന്നത്. അതിനൊരു വലിയൊരു പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാഭിലാഷവും ഞങ്ങളുടെ ഈ അനുഭവിച്ച ഞങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ചത് അത്രയ്ക്ക് ബുദ്ധിമുട്ട് അവിടെ ആ കൊടൈക്കനാൽ അനുഭവിച്ചത്. പിന്നെ എന്തെങ്കിലും പോലീസുകാരനുണ്ടാ, ഇത് യഥാർത്ഥ പോലീസുകാരനല്ലെങ്കിൽ പോലും, പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങളാണ്. അതിന് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ അടിക്കുകയും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് സ്വാഭാവിക
സിനിമാക്ക് എല്ലാവരും കൂടെ വരുമ്പോൾ എല്ലാവരും സന്തോഷം. ഈ സിനിമയിൽ കാണാൻ എല്ലാവരും സന്തോഷം. നന്ദി ഉണ്ടാവില്ല. കണ്ണന്മാരുള്ളതുകൊണ്ട് പിന്നെ അറിയാൻ വേണ്ടി തങ്കി എന്ന് കുറിച്ച് അങ്ങനെ ആയതാണ് തങ്കിക്കണ്ണൻ. വളരെ സന്തോഷമുണ്ട് സിനിമ നമ്മള് ഈ ഇത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങള് ഈ പള്ളിയിലെ അച്ഛനെല്ലാം വിളിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരോട് പറയാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം. പക്ഷെ ആരും അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നുണ്ടോ ഈ കുഴിയുടെ ഇത് എന്താണ് ഇതാകുന്നു ആർക്കും വലിയ എഴുതില്ല. എല്ലാവരും നമ്മളെ പിടിച്ചിരിക്കുകയാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പം അതിന് വളരെ സന്തോഷമുണ്ട്. ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധീഷ്. അത് ഞങ്ങളവിടെ ശരിക്കും അനുഭവിച്ചിരുന്ന സംഭവങ്ങൾ. ഞങ്ങളവിടെ രാത്രിയിൽ അനുഭവിച്ചിരുന്ന സംഭവങ്ങള് അതിൽ കൂടുതൽ ഞങ്ങളിവിടെ കാണാൻ പറ്റി. മാക്സിമം ചെയ്തു. അതിനുവേണ്ടി നമസ്കാരം. എൻ്റെ പേര് സുമേഷ്. സാധുവെന്നുള്ള ക്യാരക്ടറാണ്. ആക്ച്വലി ട്രിപ്പിൽ പോവാത്തവരാണ് ഞങ്ങൾ. ലാസ്റ്റ് മിനിറ്റിൽ ട്രിപ്പിൽ നിന്ന് ഒഴിവാകുന്ന ആൾ ഞാനാണ്. എന്നെ സംബന്ധിച്ച് എന്താ പറയുക, ഇവരനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടാവും. അവിടുന്ന് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു 2 മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം. അപ്പോൾ ഇവർ ഈ 3 മണിക്കൂർ ഇവരനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ക്യാരക്ടർ ഇവരുടെ എന്താ പറയുക മാനേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരനുഭവിച്ചത് ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതെന്ത് എങ്ങനെയാണോ ഡയറക്ടറിൻ്റെ ആണോ കാസ്റ്റിങ്ങിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് കേൾക്കുന്നത്. ആദ്യത്തെ മീറ്റിങ്ങിൽ ശരിക്കും ആദ്യത്തെ മീറ്റിങ്ങിൽ വരുമ്പോൾ ശരിക്കും പറയാൻ ഇവര് നമ്മളെ ആവാഹിച്ചു വരും. 2ാമത്തെ മീറ്റിങ്ങിൽ ഇവര് ശരിക്കും മഞ്ഞുമൽ ബോയ്സ് ആണ്. അതായത് ഞങ്ങളാണോ മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ ഇവരാണോ മഞ്ഞുമൽ ബോയ്സ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഞാൻ ഓടിച്ചെല്ലുകയാണ്. സ്റ്റാർസിനെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലുമ്പോൾ ഒരാൾ കാവുകൊണ്ടെടുത്ത് ആ അരമുതലേ ഇരുന്നുണ്ട്. 2 പേര് കട്ടിലെ കിടപ്പുണ്ട്. വാസിയൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിന്റെ മേളിൽ പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഗണപതി ഞാൻ നോക്കുമ്പോൾ പാത്രം കിടക്കുന്നത്. അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര്. അതായത് അവരത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തത്. അത് ഞങ്ങൾക്ക് സ്ക്രീനിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് ഞങ്ങളോട് ചിലപ്പോൾ മനസ്സിലാക്കാൻ വേറെ ആർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആ ഇമോഷൻസും ആ കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് താങ്ക്സ്. ഹലോ, എൻ്റെ പേര്
പിന്നെ എന്ത് പറയാനാണ് ആ സിനിമ കണ്ടപ്പോ തന്നെ ഞങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. നമുക്കൊരു ഇവരെല്ലാരെയും കൂടി ഒരു ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. അത് ആകെ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത് ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ പുള്ളി ഖത്തറിലാണ്. പുള്ളി ഇതെല്ലാം ആളുകൂടിയില്ല, ഖത്തറിലാണ്. ഒരു കാര്യം കൂടെ ഞങ്ങളെ സൂപ്പർ ഡാവാണ്ടാകില്ലേ എല്ലാരോടും നമ്മുടെ കൂട്ടുകാരുണ്ടാവും വിളിച്ചാലോ അവനാണ് ഹലോ, ഈ ലിക്സന്റെ ഈ സൗണ്ട് കേട്ടാ, ഈ ഒറ്റ സൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടില്ല. ഈ സൗണ്ട്, ഈ സൗണ്ടിന്റെ ഒറ്റ സൗണ്ടിലാണ് സുഭാഷ് കേട്ടത്, വിളി കേട്ടത്. നിങ്ങൾക്ക് ഈ സിനിമ മനസ്സിലാവും. ഇവന് പയ്യെ സംസാരിക്കാൻ അറിയാൻ പാടില്ല. റോഡിഷിനോട് കാണിക്കുന്ന കാരണം ഈ സിനിമ ഷോളിനോട് പറഞ്ഞിട്ട് കാണാനാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോണിഷ്. ഈ ഒരു വലിയ സിനിമയ്ക്ക് ഒരു കാരണക്കാരനായി സാധിച്ചതിൽ സന്തോഷം. വിവേക് ദർശൻ കൂട്ടാട്ടനോട് നമ്മൾ കണ്ടുപോകുമ്പോൾ ഉണ്ടോ കുട്ടേട്ടാ? വിവേക് ദർശൻ ഇതിന്റെ രണ്ട് വാക്കുകളാണ് എന്റെ സീനൊക്കെ തൂക്കിയാണ് രണ്ട് വാക്കുകളാണ്. വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. താങ്ക് യു ചെയ്തു സൗബി, അരിജേട്ട, ഷൈജു, വാസി, എല്ലാവരും ഹാപ്പി. സൂപ്പർ. ചുമ്മാ വിവേകാശം ചെയ്ത ലിസ്റ്റ് എടുത്ത്